ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളെ കുഞ്ഞിന്റെ മുടി കളയിച്ചിലാണ്. 14 കേട്ടോ. അപ്പോ അധികം ആളൊന്നുമില്ല, നമ്മളെ ഏറ്റവും അടുത്ത കുറച്ച് പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയൊരു ചടങ്ങ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് രാവിലെ കാപ്പിയാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കുഞ്ഞിന്റെ മുടി കളയുന്ന വിശേഷങ്ങളുമായിട്ട് ഒരു വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കുടിക്കാനുള്ള ചായ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കുള്ള ചായ ഇടുന്ന തിരക്കിലാണ്. ആദ്യം ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ജോലികൾ കുറച്ചധികം ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് ചപ്പാത്തി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊറോട്ടയും വെള്ളപ്പൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾ സ്റ്റൂ, അതുപോലെ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കണം. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിക്കാൻ കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും കുടിക്കാനുള്ള ചായയൊക്കെ കൊടുത്തു. അതിന് ശേഷം മുട്ടക്കറിക്കുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി കൂടെ ഒന്ന് പരത്തി എടുക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ഞാനിവിടെ മാവ് കുഴക്കാറ് പച്ചവെള്ളത്തിലാണ് കേട്ടോ. നിങ്ങൾ പച്ചവെള്ളത്തിലാണോ ചൂടുവെള്ളത്തിലാണോ മാവ് കുഴക്കാറ് എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മലപ്പുറത്തെ ഇമ്മ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കാറ്, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അമ്മ പച്ചവെള്ളത്തിലാണ് കുഴച്ച് എടുക്കുന്ന മാവ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും സ്ഥിരമായിട്ട് പച്ച വെള്ളത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കാറ്. അപ്പോഴേക്കും അമ്മ വെജിറ്റബിൾ സ്റ്റൂക്കിനായിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുക്കറിൽ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പുഴുങ്ങാൻ വെച്ചിട്ടുള്ള മുട്ട നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചപ്പാത്തികളൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോഴേക്കും വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ്. ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മുട്ടക്കറി കുറച്ച് അധികം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടയ്ക്കൊക്കെ നല്ല പോലെ കറി വേണമല്ലോ. അപ്പോൾ കുറച്ചധികം തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടക്കറി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചായ നമുക്ക് ഇടാം. കുറച്ചധികം ചായ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കേണ്ട ഓരോ ഗ്ലാസ്. അപ്പോൾ കുറച്ചധികം നമ്മൾ പാല് വെച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായ റെഡിയായി. ഇനി കുഞ്ഞിൻ്റെ മുടികളിൽ ചടങ്ങാണ് നടക്കുന്നത്. കുഞ്ഞ് ജനിച്ചിട്ട് ഇന്നേക്ക് 15 ദിവസമായി. ഇപ്പോൾ 15-നാണ് കുഞ്ഞിൻ്റെ മുടി കളയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഉസ്താൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുഞ്ഞിൻ്റെ തലയിൽ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിൻ്റെ മുടി കളയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ മുടി മുഴുവനായിട്ട് കളഞ്ഞ് ഇനി നമുക്ക് കാപ്പിക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കാം. പൊറോട്ടയുണ്ട്, ചപ്പാത്തി, വെള്ളപ്പം, മുട്ടക്കറി, വെജിറ്റബിൾ സ്റ്റൂ. ഇക്ക കുഞ്ഞിൻ്റെ മുടി കളഞ്ഞ അവസാനം കാപ്പി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളധികം പേരൊന്നും വിളിച്ചിട്ടില്ല. വിളിക്കാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും വിളിച്ചൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിൽ കുട്ടിൻ്റെ ചടങ്ങ് നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏറ്റവും അടുത്ത കുറച്ച് പേരെ ഉള്ളൂ നമ്മളിതിന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു മുടിയൊക്കെ കളഞ്ഞ് സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ മുടി കളയിച്ചലൊക്കെ കഴിഞ്ഞ് അവൻ കുളിച്ച് നല്ല സുന്ദരനായി കണ്ടോ. കണ്ണൊക്കെ എഴുതി ഇങ്ങനെ കിടന്നുറങ്ങുക. നല്ല ഉറക്കമാണ് ആൾ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.